ഓക്കെ. ഡോക്ടർ വർഗീസ് ജോർജ്, നോക്കൂ, ഈ രാഷ്ട്രീയ പ്രതിയോഗികളെ ആക്രമിക്കാനുള്ള ആയുധങ്ങളാക്കി കേന്ദ്ര ഏജൻസികളെ മാറ്റുക, അതൊക്കെ ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു നെറേറ്റീവ് ആയി മാറിയില്ലേ? നോക്കൂ, ഇന്ന് തന്നെ കരുവന്നൂർ സഹകരണ കൊള്ള കേസിൽ MP, പാർട്ടിയുടെ CPM-ൻ്റെ MP, MLA ഒക്കെ പ്രതിയാക്കപ്പെട്ടിരിക്കുന്നു. അവർക്കെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുകളുണ്ട് എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് കൊള്ള നിർബാധം നടത്തുന്നു, ഒരു ഭാഗത്ത് മകൾക്ക് കോടികൾ സമ്പാദിക്കാനുള്ള വേദി ഒരുക്കി കൊടുക്കുന്നു. അതിനുശേഷം ഏജൻസികൾ വന്ന് അന്വേഷിക്കുമ്പോൾ നിയമസഭയിലൊക്കെ എന്താ പറഞ്ഞത്? ഏത് അന്വേഷണത്തെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും, നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, മടിയിൽ കനമുണ്ടെങ്കിൽ മാത്രമല്ലേ ഭയക്കേണ്ടതുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നു, ഈ കൈകൾ ശുദ്ധമാണെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ED അന്വേഷണത്തിന് വരുമ്പോൾ അണികളെ ഇറക്കി വിട്ട് കല്ലെറിയുന്നു, മുട്ടയെറിയുന്നു. അപ്പോൾ ഇത് അവസാനിപ്പിക്കാനുള്ള സമയമായില്ലേ? നിങ്ങൾക്ക് എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും നിങ്ങളൊക്കെ വിശുദ്ധരാണ് എന്ന്? എങ്ങനെ പ്രൂവ് ചെയ്യാൻ പറ്റും? നിയമപരമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, നിങ്ങൾക്ക് നിയമപരമായിട്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ EDയുടെ അന്വേഷണത്തെ നിയമപരമായി ചാലഞ്ച് ചെയ്യാം. അല്ലാതെ ഈ കയ്യൂക്ക് കാണിച്ചിട്ട് ഇവരെയൊക്കെ അങ്ങ് വിരട്ടിക്കളയാം, ഇവരെയൊക്കെ തുരത്തി ഓടിക്കാം എന്ന് പറയുന്നത് അല്ല. അത് ആ ഒരു രീതി അവലംബിക്കുന്നത് എത്രത്തോളം ശരിയാണ്? അത് അൻസാറെ CPM പിന്നീട് അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അവർ പ്രസിപ്പിറ്റേറ്റ് ചെയ്തതല്ല അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഉൾപ്പെട്ട ആളുകളെല്ലാം കീഴടങ്ങിയിട്ടുണ്ട്. കീഴടങ്ങാത്തവർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. ആ കേസുകളുടെ വിചാരണ ഇപ്പോൾ ഉടനെ ആരംഭിക്കും. അല്ല സാർ, ഇതിനൊക്കെ ഈ അക്രമത്തിനൊക്കെ ആഹ്വാനം ചെയ്ത ആളുകളുണ്ട് കേട്ടോ. 2 രാജ്യസഭ MP-മാർ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർക്കെതിരെയും അവരുടെ പാർട്ടി ആഹ്വാനം ചെയ്തിട്ടല്ലെന്ന് CPM അത് പറഞ്ഞിട്ടുണ്ട് സാറേ. അവരത് ആളുകൾ കീഴടങ്ങി ഇപ്പോൾ അത് വിചാരണ നേരിടും. ഇവിടെ അക്സർ പറഞ്ഞ ഒരു കാര്യം, ഈ EDയുടെ ആ ഒരു തീരുമാനങ്ങളാണ്. തീപ്പന്തം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. പാർട്ടി തീപ്പന്തമായിട്ട് മാറി. നാഷണൽ ഹെറാൾഡ് കേസിൽ മിസസ് സോണിയാഗാന്ധി ആണല്ലോ പ്രതി. 2000 കോടി രൂപയുടെ അസറ്റ് 50 ലക്ഷത്തിന് കൈക്കലാങ്ങി എന്നാണ് കേസ്. ആ കേസ് അനുസരിച്ച് അവരെ ED ചോദ്യം ചെയ്തപ്പോൾ കോൺഗ്രസ് പാർട്ടി രാജ്യം മുഴുവൻ തീപ്പന്തമായിട്ട് മാറിയില്ലേ? ഡൽഹിയിൽ ED ഓഫീസിന് മുമ്പിൽ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിമാരും മുൻ മുഖ്യമന്ത്രിമാരും ജയറാം രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരും ചിദംബരം ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉപരോധം നടത്തിയില്ലേ? കേരളത്തിലെ കോൺഗ്രസിന്റെ ഇന്നത്തെ മന്ത്രിസഭയിലെ നേതാക്കൾ വരെ അറസ്റ്റ് ചെയ്തില്ലേ? ED പൊളിറ്റിക്കലായി ഇടപെടുമെന്ന് കണ്ടപ്പോൾ BJP അത്ര ശക്തമായിട്ടാണ് പ്രതിരോധിച്ച UPA ഗവൺമെന്റ് കാലഘട്ടത്തിൽ. അതുകൊണ്ട് പാർട്ടി ഒരു തീപ്പന്തമായി എന്നൊക്കെയുള്ള ഒരു അതിശയോക്തിയുടെ അപ്പുറത്ത് നോക്കിയാൽ പൊളിറ്റിക്കലായി പെട്ടെന്നുണ്ടായ ഒരു ഇമോഷണൽ റെസ്പോൺസ് എന്നതിനെ കണ്ടാൽ മതി. ശ്രീപത്മനാഭ സാറ് പറഞ്ഞത് ഒരു കേസ് ഉണ്ടായിരിക്കണം. കേസ് ഇല്ലാത്ത എത്രയോ സാഹചര്യങ്ങൾ ED ഇടപെട്ടിരിക്കുന്നു. നാഷണൽ ഹെറാൾഡ് കേസിൽ ഗവൺമെന്റ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇവിടെ ED ആണ് കേസ് നടത്തിയത്. ആ ED കേസ് നടത്തിയാണ് അവരെ ഇപ്പം വിചാരണ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സാറ് പറയുന്ന എപ്പോഴും ഈ ലോജിക്കലായിട്ടുള്ള രീതിയിലല്ല ED ഇടപെടുന്നത്. അസ്കർ തന്നെ എപ്പോഴും എത്രയോ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴും ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, ED രജിസ്റ്റർ ചെയ്ത കേസുകളിൽ എത്ര % ശിക്ഷിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പറയുന്ന പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അംശം ഇതിനുണ്ടെന്ന് പറയുന്നു. നമ്മൾ ഹൈഡ്രോഗ്രാഫർ സതീശ് വളരെ ഭംഗിയായിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷെ അതിലൊരു ഇഷ്യൂ സാറ് പറയുന്നത് രാഷ്ട്രീയ നേതൃത്വമാണ് ഈ മണല് ചൂഷണം ചെയ്യുന്നതിന്, സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഉപയോഗിക്കുന്നതിന് തടസ്സമാണ്. മിനറൽസ് സെൻട്രൽ ഗവൺമെന്റ് കീഴിലല്ലേ? ഇപ്പം നമുക്ക് 2 സ്ഥാപനങ്ങളാണ് ഇത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ KMML സംസ്ഥാന ഗവൺമെന്റ് കീഴിൽ, ഒന്ന് റെയറേറ്റ്സ് കേന്ദ്ര ഗവൺമെന്റ് കീഴിലുള്ള 2 സ്ഥാപനങ്ങൾ. ഈ KRML അനധികൃതമായി മണൽക്കടത്ത് കടത്തുന്നത് വരെ ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമേ ഇവിടെ നിന്ന് മണ്ണെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതിന്റെ വില കാലക്രമേണ അന്താരാഷ്ട്ര വിപണിയിൽ കൂടിയപ്പോഴാണ് ഈ അനധികൃത മണൽക്കടത്ത് ഉണ്ടായത്. ഇപ്പോൾ അൻസാറെ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? മിസസ് നിർമ്മലാ സീതാരാമന്റെ ബജറ്റിൽ ഒരു വലിയ കോറിഡോർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്.
ഈ ചവറ മുതൽ ഒറീസ വരെ. ശ്രീ സതീശന്റെ ധവളപത്രത്തിൽ ഈ മിനറൽസിനെ കുറിച്ചാണ് പറയുന്നത്. ഈ മിനറൽസ് സ്റ്റേറ്റിന്റെ ഉടമസ്ഥയിൽ നിലനിർത്തുമോ അതോ പ്രൈവറ്റ് മൊണോപ്പൊളി ക്യാപിറ്റലിസ്റ്റ് കൊടുക്കുമോ എന്നുള്ള വലിയൊരു പ്രശ്നം, പ്രോബ്ലമാറ്റിക് ആണ്. ഇത്രയും വിലപ്പെട്ട ഒരു സാധനമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ എന്തുകൊണ്ട് അത് സ്റ്റേറ്റ് ഉടമസ്ഥയിൽ നിലനിർത്തിക്കൂടാ? എന്തുകൊണ്ട് അതിന് പ്രൈവറ്റൈസേഷന് പോകണം? അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ കോംപ്ലക്സ് ആയ ഒരു വിഷയമാണ്. ഇത്രയും കാലം ഇടതുമുന്നണി ഭരിച്ച സമയത്ത് ഇതൊക്കെ ആലോചിക്കാമായിരുന്നില്ലേ? ഇടതുമുന്നണി ഭരിച്ചപ്പോൾ ഈ മിനറൽസിന്റെ മേൽ നിയന്ത്രണം ഇല്ലല്ലോ സാറേ. മിനറൽസ് സെൻട്രലിന്റെ അല്ലേ? അല്ല, ഇതിൻ്റെ ഒരു മൂല്യം, അതായത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കടം ഏകദേശം 5 ലക്ഷം കോടി. പക്ഷേ ഇത് മാത്രം ഈ കരിമണൽ ഖനനം, അതും ഈ പ്രകൃതിക്ക് ഒരു തരത്തിലും പ്രകൃതിയുടെ ആ സന്തുലിതാവസ്ഥ തകർക്കാതെ അങ്ങനെ ഒരു ഖനനം നടത്തിയാൽ കിട്ടുന്ന വരുമാനം, അതിൻ്റെ റവന്യൂ എത്രയാണ്? കേരളം രക്ഷപ്പെടാൻ വേറെ ഏതെങ്കിലും വേണോ? അപ്പോൾ ഇതൊക്കെ എത്രയോ നേരത്തെ ആലോചിക്കേണ്ടതായിരുന്നില്ലേ? കേരളവും കേന്ദ്രവും ഒക്കെ ആയിട്ട് കൂടിയാലോചിച്ച് ഒക്കെ തീരുമാനമെടുക്കേണ്ടതായിരുന്നില്ലേ? അത് സംഭവിക്കാം. സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും തമ്മിൽ കൂടിയാലോചിച്ച് സാറ് പറഞ്ഞ പോലെ ഇത് പെട്രോൾ ഡോളറാണ്. സർസിപിയുടെ ആത്മകഥ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മകൾ എഴുതിയ ജീവചരിത്രം. അവർ പറയുന്ന മകളാണ് നീസാണ്. അവർ പറയുന്നത് സർസിപി അന്ന് സ്വതന്ത്ര കേരളത്തിന് വേണ്ടി വാദിച്ചതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ കരിമണൽ കണ്ടതുകൊണ്ടാണ്. അന്നേ അവർക്ക് ഇതിന്റെ മൂല്യം മനസ്സിലാക്കിയിരുന്നു. തീർച്ചയായിട്ടും അത് സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെന്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതല്ലാതെ ഇപ്പോൾ പ്രൈവറ്റൈസേഷന് പോകുന്നത് വലിയ അപകടമായി. ഈ ധവളപത്രം അതിന്റെ സൂചന തരുന്നുണ്ട്. അതെ, അല്ല, സർസിപി കണ്ടിട്ടുണ്ടെങ്കിൽ പിണറായി വിജയൻ ഉറപ്പായിട്ടും അതിൻ്റെ മൂല്യം മനസ്സിലാക്കി, അന്താരാഷ്ട്ര വിപണിയിലുള്ള മൂല്യം മനസ്സിലാക്കി തന്നെയായിരിക്കും ഈ ഡീലിന് കൈ കൊടുത്തത്. ഒരു സംശയമില്ല കേട്ടോ. സാറിന് ഇപ്പൊ എന്തായാലും പിണറായി വിജയനെ ഒന്ന് കുടിക്കലേ പറ്റൂ, കുറെ ദിവസമായി. ശരി സാർ, അല്ല നമുക്ക് നോക്കാം. എന്തായാലും അന്വേഷണം വീണയിൽ മാത്രം ഒതുങ്ങുമോ അല്ലെങ്കിൽ പിണറായിലേക്ക് പോകുമോ എന്നൊക്കെ. എന്തായാലും അന്വേഷണം തുടങ്ങിയല്ലോ. അന്വേഷണത്തിനുള്ള പച്ചക്കൊടി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കൊടുത്തിട്ടുമുണ്ട്. നമുക്ക് നോക്കാം ഏത് തലത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നുള്ളത്.